കോൺഗ്രസിന്റെ മുഖം ഇനി സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധിജിയും മാത്രമാവും, നെഹ്റുവിനെ വേണ്ട. അപ്പോൾ ആ കുടുംബത്തെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു നേതൃത്വം വരുന്നു, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നേതൃത്വം പുതുതായിട്ട് വരുന്നത്, നേതൃത്വം അതിൽ തന്നെയാണ്. അങ്ങനെ നേതൃത്വം മാറും എന്ന ഒരു തെറ്റിദ്ധാരണ നിങ്ങളിതിൽ വെക്കണ്ട. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള സോണിയാഗാന്ധിയുടെ അവസാനത്തെ ശ്രമമാണ് ഈ നടക്കുന്നത്. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഈ 3 പേരുടെയും ത്യാഗോജ്വലമായ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ മുന്നോട്ട് വരുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ പരിശ്രമം അമ്പെ പരാജയപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ ഇനി എന്ത് എന്നുള്ളപ്പോഴാണ് ഗാന്ധിയെയും പട്ടേലിനെയും എടുത്തത്. ഈ ഗാന്ധിയെയും പട്ടേലിനെയും കോൺഗ്രസ് എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 1927 ഡിസംബറിൽ നെഹ്റു നേരിട്ട് കത്തെഴുതി ഗാന്ധിയെ തള്ളിക്കളഞ്ഞ ആളാണ്. നെഹ്റു എഴുതി, അദ്ദേഹത്തിന് അഹിംസയിൽ വിശ്വാസമില്ല, ഹിന്ദു മുസ്ലിം മൈത്രിയിൽ വിശ്വാസമില്ല, ഈ ഗ്രാമീണ തൊഴിൽ സംരംഭകത്വത്തിൽ വിശ്വാസമില്ല, വനിതാ ശാക്തീകരണത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹം വിശ്വസിക്കുന്നത് പാശ്ചാത്യ സെക്കുലറിസത്തിലും റഷ്യൻ മോഡൽ സോഷ്യലിസത്തിലുമാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന സെക്കുലറിസം വന്നു കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട, മതപരമായിട്ടുള്ള ഒരു റിഫ്റ്റും ലോകത്തുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്നത് അപ്രസക്തമാണ്. ഞാൻ വിശ്വസിക്കുന്ന സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സാമ്പത്തിക അസമത്വം ഉണ്ടാകില്ല. ആ സാമ്പത്തിക സമത്വം വരുന്ന ഒരു സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രസക്തമല്ലാതെ വരും. അതുകൊണ്ട് ഗാന്ധിജി അപ്രസക്തനാണ് എന്ന് പറഞ്ഞ് കത്തെഴുതിയ ആളാണ് ആര്? ജവഹർലാൽ നെഹ്റു. 27-ൽ അദ്ദേഹം 28-ൽ അദ്ദേഹം പ്രസിഡൻ്റായി AICC. ഈ 27-നൊരു പ്രത്യേകതയുണ്ട്. റഷ്യൻ വിപ്ലവം കഴിഞ്ഞതിൻ്റെ 10ാം വാർഷികമാണത്. ആ 10ാം വാർഷികത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത 2 പേര്, ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. അതിൽ പങ്കെടുത്ത് വന്നിട്ടാണ് തനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞത്. അത് സ്വാധീനം ചെലുത്തിയെന്നാണ് പറയുന്നത്. ഏത്? അതിലായിരുന്നു, അതാണ് സ്വാധീനം. നെഹ്റു ഒരിക്കലും ഇന്ത്യ സെൻട്രിക് അല്ല, യൂറോ സെൻട്രിക്കുമാണ്, കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിലുമാണ്. ഈ 2 സ്വാധീനങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. റഷ്യൻ മോഡൽസ്, അതുകൊണ്ടാണല്ലോ അദ്ദേഹം വളരെ വികലമായൊരു സാമ്പത്തിക സിദ്ധാന്തം ഉണ്ടാക്കിയത്. എന്താണ് മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞിട്ട്? നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത്. മിക്സഡ് ഇക്കോണമി വളരെ വികലമായിരുന്നു. അത് ഇതിൻ്റെ പേരിലുണ്ടാക്കിയതാണ്. ഗാന്ധി അപ്പോൾ ഈ കത്തിന് മറുപടി എഴുതി, എനിക്ക് ഒരു സുഹൃത്തിനെയും സഖാവിനെയും എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗാന്ധിയിലും അഹിംസയിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഗാന്ധിയനാകാൻ കഴിയും? എങ്ങനെ ഗാന്ധിയനാകാൻ കഴിയും? അപ്പോൾ ഗാന്ധിയിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു നെഹ്റു. ആ നെഹ്റുവിൻ്റെ പാരമ്പര്യമാണ് കോൺഗ്രസ് പിന്തുടർന്നിരുന്നത്. നെഹ്റുവിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചായിരുന്നു കോൺഗ്രസിനെ രൂപീകരിച്ചത്, സാമ്പത്തിക രംഗം അങ്ങനെ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജനാധിപത്യ സങ്കല്പങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടത് റഷ്യയിൽ നിന്നായിരുന്നു, സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. കാരണം ആദ്യത്തെ ഈ ഭരണഘടനാ ഭേദഗതി നടക്കുന്നത് തന്നെ 1951-ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പുള്ളിയെ വിമർശിച്ചപ്പോൾ അതിനെതിരെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിമർശനം സഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ടല്ലോ. അപ്പം പുള്ളി 51-ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്തിനു വേണ്ടിയാണെന്ന് ഇവർ പറയട്ടെ. 16 പുസ്തകങ്ങളും സിനിമകളും ഒക്കെ ആയിട്ട് നിരോധിച്ച് അദ്ദേഹത്തെ വിമർശിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ ഒരിക്കലും ഗാന്ധിയനേ അല്ലായിരുന്നു. ആ ഗാന്ധിയനല്ലാത്തൊരു കക്ഷി അധികാരത്തിൽ വന്നിട്ട് ഗാന്ധി വിരുദ്ധമായ ആശയങ്ങളാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിയെ നമ്മൾ രാഷ്ട്രപിതാവാണെന്നല്ലോ പറയണ.
സമ്മതിച്ചല്ലോ. ഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്ന ഒരു സർവകലാശാലയുടെ പേര് പറയും. രാഷ്ട്രപിതാവിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും പഠിപ്പിക്കാത്ത ഏക രാജ്യം ഇന്ത്യയാക്കി മാറ്റിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുത്തു? കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടുത്തു. അതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി 1967. ഇതേ ജവഹർലാൽ നെഹ്റുവിനെ ഗാന്ധിജിയല്ലേ പിന്നീട് പൊക്കിക്കൊണ്ടുവരികയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തത്? അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും ആരെ ആഗ്രഹിക്കുന്നു? പട്ടേലിനെ ആഗ്രഹിക്കുന്നു. ആകെ 13 പ്രവിശ്യകൾ, 12 പ്രവിശ്യകളിൽ നിന്ന് വന്നവരും ഒരുമിച്ച് പറയുന്നു പട്ടേൽ മതി എന്ന് പറയുന്നു. 13ാമത്തെ പ്രവിശ്യക്കാരൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തെ ആക്കണമെന്ന് പറഞ്ഞു, പുള്ളിയെ തന്നെ ആക്കണമെന്ന് പറഞ്ഞു. ഒരാളും നെഹ്റുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ നെഹ്റു പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നെഹ്റു പറഞ്ഞു. അതുകൊണ്ട് ഗാന്ധിജി എന്തിനാ വഴങ്ങി കൊടുത്തതെന്നാണ്. ഇല്ലെങ്കിൽ പാർട്ടിയിൽ സ്പ്ലിറ്റ് വരും. സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്നൊരു സന്ദർഭത്തിൽ ഒരു സ്പ്ലിറ്റ് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഗാന്ധി പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് പട്ടേലായിരുന്നു. നെഹ്റു അനുസരിക്കില്ല. അപ്പോൾ പട്ടേലിനോട് പറഞ്ഞ് പാർട്ടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സമ്മതിക്കണം പറഞ്ഞ്. പട്ടേലിന് വേറെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി പോലും വേണ്ടെന്ന് പറയുന്നത് കരുതിയിരുന്ന ഗാന്ധിജി എന്തിനാണ് പിന്നെ അത് സ്പ്ലിറ്റ് ആവുമോ എന്ത് ചെയ്തോട്ടെ? അല്ല, അങ്ങനെയല്ല പ്രശ്നം. ഒരു രാജ്യം നിലനിൽക്കണ്ടേ? ചെതറിപ്പോകില്ലേ? ഇത് തമ്മിലടിച്ച് മരിച്ചു പോകില്ലേ? 70-700 ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് നിന്നൊരു ഭൂഖണ്ഡത്തല്ലേ ഒരുമിപ്പിച്ചെടുത്തേക്കണ. അപ്പം അതിന് കോൺഗ്രസ് എന്ന ഒരു സംഘടന നിലനിന്നല്ലേ പറ്റൂ. ആ സംഘടന നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധി അത് ചെയ്തത്. ശരിക്കും കള്ളക്കളിയല്ലേ അത്? കള്ളക്കളിയല്ലേ? രാഷ്ട്രീയത്തിലെ അത് സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമാണ്. ഇയാൾക്കിത് കുട്ടിയെ എന്ന് മാത്രമല്ല, 28 എങ്ങനെയാണ് ഇയാളാകുന്നത്, പ്രസിഡൻ്റ് ആകുന്നത്? അതും ഗാന്ധിജി പറഞ്ഞിട്ട്. എല്ലാവരും ആവശ്യപ്പെട്ട ആരെയാണെന്നറിയാമോ? ആദ്യം സുഭാഷ് ചന്ദ്രബോസിനെ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ പട്ടേലിനെയാണ് ആവശ്യപ്പെട്ടത്. ഗാന്ധി പറഞ്ഞ് പട്ടേൽ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഒത്തുതീർപ്പ് കാൻഡിഡേറ്റ് എന്ന നിലക്ക് വന്ന ആളാരാണെന്നറിയാമോ? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ ഒത്തുതീർപ്പ് കാൻഡിഡേറ്റായിട്ട് വന്നതിന് ശേഷം മോത്തിലാൽ ആദ്യം പറഞ്ഞു, ഞാൻ ഈ കാശൊക്കെ മുടക്കിയതേ എൻ്റെ മകനെ ഇതിൻ്റെ നേതാവാക്കാൻ വേണ്ടിയിട്ടാണ്, നേതാവാക്കണമെന്ന് പറഞ്ഞു. നേതാവാക്കാൻ വൈകിയതിൻ്റെ പേരിൽ ഈ മോത്തിലാൽ നെഹ്റു പലവട്ടം ഗാന്ധിയുമായിട്ട് ശണ്ട കൂടിയിട്ടുണ്ട്. മോത്തിലാൽ നെഹ്റുവിനും ഈ ജവഹർലാൽ നെഹ്റുവിനും ഗാന്ധിയോട് ഒരു മതിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിന്ന എല്ലാവരെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. നിങ്ങളെന്താ അത് കാണാത്തത്? ഇൻക്ലൂഡിങ് ജയപ്രകാശ് നാരായൺ, എല്ലാവരെയും. ഗാന്ധിയുടെ ഏറ്റവും സ്ട്രോങ് അനുയായികളായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നുവോ അവരെയൊക്കെ പുറത്താക്കി, ഓരോരോ ഘട്ടത്തിലായിട്ട്. എന്നിട്ട് സ്വന്തം നിലക്ക് ഒരു രാജ്യത്തെയും ഒരു പാർട്ടിയെയും രൂപീകരിച്ചെടുത്ത് അങ്ങേർക്ക് തോന്നിയത് മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നടപ്പിലാക്കി വന്നതിൻ്റെ അവസാനത്തിലാണ് കോൺഗ്രസ് ഈ അവസ്ഥയിലെത്തി നിൽക്കുന്നത്. അതിൽ നിന്ന് ഇതിനെ പുനരുജ്ജീവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഗാന്ധിയിലേക്കും പട്ടേലിലേക്കും പോകാം എന്നാണ് സോണിയ പറയുന്നത്. ഒന്ന് പരിശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ സിർജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫലത്തിൽ നെഹ്റുവിനെ നിരാകരിക്കേണ്ടി ചെയ്തിരിക്കുന്നത്. നെഹ്റുവിനെ നിരാകരിച്ചാലും വേണ്ടില്ല, തങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്താൻ അത് പറ്റുമോ എന്നുള്ളതാണ്. ഗാന്ധിയോടുള്ള താല്പര്യം കൊണ്ടല്ല, പരീക്ഷിക്കണ്. ഇനിയിപ്പോൾ മുടിയാൻ കാലത്ത് ഇനിയിപ്പോൾ ഇയാളെയും കൂടി നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കാരണം നെഹ്റുവാണ് ഗാന്ധിയിൽ വിശ്വാസമില്ലാത്ത ആദ്യത്തെ കക്ഷി. നെഹ്റുവിന് ശേഷം വന്ന ഏത് കോൺഗ്രസ് നേതാവ് ഗാന്ധിയിൽ വിശ്വസിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തർക്ക വിഷയം തന്നെയാണ്.
ഗാന്ധിയുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്നവരെല്ലാം മാറ്റിയില്ലേ? അവരൊക്കെ പെരുവഴിയിലായില്ലേ? അവരെ മുഴുവൻ പെരുവഴിയിലാക്കി ഗാന്ധിയെ തന്നെ ഒരിടത്തും എത്താതെയാക്കി. അതിനുശേഷം ദാ വന്നിരിക്കുന്നു തിരിച്ച് ഗാന്ധിയിലേക്ക്. മറ്റേ എന്താണ് ജീൻസും മറ്റേ എന്തോ ഒരു ടീഷർട്ട്, അതിനെന്തോ ഒരു പേരൊക്കെ ഉണ്ട്. അതിട്ടാണ് അവരുടെ നേതാവ് യുവനേതാവ് നടക്കുന്നത്. ഇത്രയും നാള് ഈ ഗാന്ധി എന്നുള്ളൊരു പേര്, ഇപ്പം രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്കാന്ധി, പക്ഷെ കാലം മാറിയപ്പോൾ അത് ഗാന്ധിയല്ല ഗണ്ഡിയാണെന്ന് തിരിച്ചറിയാനുള്ള അവബോധം ജനങ്ങളിൽ കൂടുതലായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഇത്രയും നാൾ ആ ഒരു പേര് വെച്ച് നേടിയതെല്ലാം തന്നെ കളഞ്ഞു കുടിച്ചുകൊണ്ട് ഒരു റിസ്ക്കായ നിലപാട് ഈ പറയുന്ന കുടുംബം എടുക്കാൻ സമ്മതിക്കുമോ? ഗാന്ധിയെ വേണ്ട, പട്ടേലിനെ മതി? അല്ല, അങ്ങനെയല്ല, സമ്മതിക്കാൻ. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവും. അപ്പം ഇത് വെച്ചൊന്ന് നോക്കാമെന്നുള്ളതാണ്. അറ്റ കൈക്കാണ് അവസാനത്തെ ലാസ്റ്റ് റിസോർട്ട് എന്ന നിലക്ക് ഇത് എടുക്കുകയാണ് അവർ. ഇനി ഇതൊന്ന് നോക്കാം. പട്ടേൽ വരട്ടെ. പട്ടേൽ മരിച്ചിട്ട് മറ്റേ MKK നായരുടെ ആത്മകഥ ആരോടും പരിഭവമില്ലാതെ വായിക്കേണ്ടതാണ്. അതിൽ പട്ടേൽ മരിച്ചിട്ട് MKK നായരൊക്കെ പട്ടേലിൻ്റെ കൂടെ ജോലി ചെയ്തിട്ട ജീവനക്കാരായിരുന്നു. അവർക്കൊന്ന് മഹാരാഷ്ട്ര ബോംബെ പോയിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ, മരണത്തിൻ്റെ ഇതിൽ പങ്കെടുക്കാൻ ലീവ് കൊടുക്കാതിരുന്ന ഉദാരമനസ്കനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഒന്നാലോചിച്ച് നോക്ക്. പട്ടേൽ മരിച്ചിട്ട് നെഹ്റുവിനേക്കാൾ വലിയ നേതാവായിരുന്ന പട്ടേൽ മരിച്ചിട്ട് അന്നത്തെ ഈ വലിയ ജനാധിപത്യവാദിയും ഉദാരമനസ്കനും എന്നൊക്കെ ഈ നെഹ്റുവിൻ്റെ അനുയായികൾ വിശേഷിപ്പിച്ച് വെക്കുന്ന PR വർക്കിൽ വിശേഷിപ്പിച്ച് വെക്കുന്ന ഈ മാന്യൻ അവിടുത്തെ ജീവനക്കാർക്ക് ഒന്ന് പോയി കാണാൻ, നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ലീവ് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ആ ലീവും സാങ്ഷൻ ചെയ്തില്ല. ആ വിധത്തിൽ പ്രതികാരദാഹിയായിരുന്ന ഒരാളാണ് ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ഇതെടുക്കണം എന്നുണ്ടെങ്കിൽ ഗതികേട് എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ സോണിയാഗാന്ധിക്ക് മഹാത്മാഗാന്ധിയിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. KC വേണുഗോപാലിനുണ്ടോ? ഖാർഗെക്ക് തീരെയില്ല. ഇദ്ദേഹമാണെങ്കിൽ ഖദർ പോലും ധരിക്കില്ല. ഇപ്പോൾ മുമ്പ് കോൺഗ്രസിൻ്റെ ആൾക്കാർ ഖദറെങ്കിലും ധരിച്ച് ഗാന്ധിയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഖദർ പോലും ധരിക്കുന്നില്ല. വളരെ വില കൂടിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളായ ജീൻസും മറ്റേ എന്താണ് ടീഷർട്ടും ഒക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു ചടങ്ങിൽ, ഇന്ന് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയട്ടെ ഇവർ. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ് എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം നടന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും പഠിപ്പിക്കാനും പ്രയോഗത്തിലെത്തിക്കാനും കഴിയുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരം പോട്ടെ ദേശീയ നിലവാരമുള്ള ഒരു സർവകലാശാല പോലും സ്ഥാപിക്കാതിരിക്കാൻ പരിശ്രമിച്ച ആളല്ലേ ജവഹർലാൽ നെഹ്റു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുമെന്ന്. ഇവിടെ ഉണ്ട് ഒരു MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. നിങ്ങൾക്കറിയാമോ? അവിടെ ഗാന്ധിയൻ സ്റ്റഡീസ് ഉണ്ട്. അവിടുത്തെ ഒരു ഡയറക്ടറെ എടുക്കാനുള്ള ഇൻ്റർവ്യൂവിൽ എക്സ്പേർട്ട് മെമ്പറായിട്ട് ഞാൻ പോയതാണ്. അപ്പോഴാണ് ഞാൻ ആ റൂൾസ് വായിച്ചു നോക്കിയത്. അതിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടറാകുന്ന കക്ഷിക്ക് ഗാന്ധിയൻ സ്റ്റഡീസ് അറിയണമെന്നില്ല. ഗാന്ധിയൻ സ്റ്റഡീസിൽ ഒരു പാരമ്പര്യവും ഇല്ലാത്ത ഒരാളെയാണ് ആ നിയമം അനുസരിച്ച് അന്ന് ഡയറക്ടറായിട്ട് എടുത്തു വച്ചത്. ഇതുപോലെ ഗാന്ധിയെ അവമാനിക്കാൻ വേറെ വല്ലതും ചെയ്യുമോ? അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവന്നാൽ അതെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു നമ്മൾ കാത്തിരുന്ന് കാണണം. അല്ല, അതെ, ഒരു അവസാനത്തെ അറ്റ കൈ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ജീവനക്കാർക്ക്, ഹോം മിനിസ്ട്രിയിൽ ജോലി ചെയ്തവർക്ക് ആ മൃതശരീരം കാണാൻ പോകാനുള്ള അനുവാദം നിഷേധിക്കുവച്ച ഒരു മനുഷ്യൻ്റെ അനന്തര തലമുറ പട്ടേലിനെ ആദരിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല.
എന്നിട്ട് പിന്നെ പട്ടേലിനെ എടുക്കുന്നത് എന്തിനാണ്? വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അങ്ങനെയല്ല, അതും ഒന്ന് നോക്കിക്കളയാം. ഗതികേട് കൊണ്ട് ചെയ്യുന്ന ഒരവസാനത്തെ ശ്രമമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.